ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം കൃതകൃത്യ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ചെയ്യപ്പെടേണ്ടതെല്ലാം ചെയ്ത് തീർന്ന് ഒരാള്, അങ്ങനെ ഇനി ജീവിതത്തിൽ ഒന്നും എനിക്ക് ചെയ്തു തീർക്കാനില്ല, നേടേണ്ടതായിട്ടൊന്നുമില്ല, സംതൃപ്തൻ, പൂർണ്ണ സംതൃപ്തിയോടുകൂടെ ഇരിക്കുന്ന ആൾ. ഇന്നത് എനിക്ക് ചെയ്തേ പറ്റൂ, ഞാൻ ഇന്നത് ചെയ്യുകയേ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ലാതെ മനസ്സ് പരിപൂർണ സംതൃപ്തമായിരിക്കുന്ന അവസ്ഥ. ആരോഗ്യമനുസരിച്ച് പറ്റുന്നത് ചെയ്യുക, പറ്റാത്തത് ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. ഞാൻ ഈ ശരീരം എപ്പോ വേണമെങ്കിൽ വിടാൻ തയ്യാറാണ്, എൻ്റെ മനസ്സ് പരിപൂർണ സംതൃപ്തമായിരിക്കുന്നു. അപ്പോ അതിലൊരു രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പൊ ശരീരം നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന സമയത്തും നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലം, അപ്പോഴും ഇപ്പോ ഇഷ്ടമുള്ള ഒരു വിഭവം ധാരാളം കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ആ കഴിക്കുന്ന സമയത്ത് ഒരു തൃപ്തി ഉണ്ടാകും. മതി മതി, ഇനിയും കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ. കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്, പക്ഷെ ഇനി കഴിക്കാൻ വയ്യ, എനിക്ക് ഇനി വയറ്റിൽ കൊള്ളില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ആ ഒരു അവസ്ഥ മനസ്സില് തൃപ്തിയായ അവസ്ഥയല്ല, അത് ശാരീരികമായിട്ട് തൃപ്തിയായി. കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് അടിച്ചു. പറ്റുമെങ്കിൽ ഇനിയും കഴിക്കുമായിരുന്നു. അപ്പൊ അത് മാനസികമായിട്ട് സംതൃപ്തി ആയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. മനസ്സില് ഇനി വേണ്ട എന്ന് വരുമ്പോ പിന്നൊരു പ്രാവശ്യം കാണുമ്പോഴും അതിനോടൊരു ആഗ്രഹം വരില്ല. അതാണ് മനസ്സിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. മറ്റതങ്ങനെയല്ല, ഇപ്പൊ വേണ്ട എന്നുള്ളതേ ഉള്ളൂ, പിന്നീട് ആകാം. നമ്മൾ തന്നെ പറയും ഇപ്പൊ എത്ര മതി, പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ പിന്നീട് എടുത്തു വെക്കാമെന്നൊക്കെ പറയും. അപ്പോ അങ്ങനെയൊന്നും ഉള്ളൊരു സംതൃപ്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നീട് ഒരു ആഗ്രഹം വരാത്ത രീതിയിലുള്ള സംതൃപ്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ പിന്നെ മരണം എപ്പോ വേണമെങ്കിൽ വന്നോട്ടെ, ഞാൻ അതിന് തയ്യാറായിരിക്കുകയാണ്, ഒരു ടെൻഷനൊന്നുമില്ല. ഇതാണ് ജീവൻ മുക്തി എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജ്ഞാനം ലഭിച്ച ശേഷം കുറച്ചു കാലം ജീവിക്കും. അത് പ്രാരബ്ധമനുസരിച്ചാണ്. പ്രാരബ്ധം എത്രയുണ്ടോ അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതേ ഉള്ളൂ. അവരതിനെക്കുറിച്ചൊന്നും ബോധേടല്ല, പ്രാരബ്ധത്തെ കുറിച്ച് അവര് ഒട്ടും ബോധേടല്ല. പ്രാരബ്ധം തീരുമ്പോൾ തനിയെ ശരീരം നശിക്കും, സ്ഥൂല ശരീര നാശം ഉണ്ടാവും, സൂക്ഷ്മ ശരീരം നാശം ഓൾറെഡി അവർക്ക്, സൂക്ഷ്മ ശരീരങ്ങളും അവർക്ക് അവരുടെ കൺട്രോളിൽ തന്നെയാണ്. അവർ ആ സൂക്ഷ്മ ശരീരത്തിനടിമയായിട്ടല്ല അവർ ചെയ്യുന്നത്. അപ്പോ അതെല്ലാം അവരെ വിട്ടുപോകും. അതാത് ദേവതകളില് ആ സൂക്ഷ്മ ശരീരം ലയിക്കും, ആത്മസ്വരൂപം മാത്രം നിലനിൽക്കും. അപ്പോ ആത്മസ്വരൂപം മാത്രമായതുകൊണ്ട് വീണ്ടും ഒരു ശരീരം എടുക്കേണ്ടി വരുന്നില്ല. കാരണ ശരീരം പോലും ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ഒരു ശരീരം എടുക്കേണ്ടി വരുന്നില്ല. നേരെ മറ്റേ പ്രളയകാലത്ത് എന്തുണ്ടാവും, കാരണ ശരീരങ്ങളെല്ലാം പ്രളയത്തിൽ ഒടുങ്ങി ലയിച്ചിരിക്കുന്നത് കൊണ്ട് അടുത്ത സൃഷ്ടിയില് കാരണ ശരീരമുള്ളവരെല്ലാവരും തിരിച്ച് ശരീരം എടുക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ് സൂക്ഷ്മം എടുക്കും, സൂക്ഷ്മം എടുത്ത് സ്ഥൂലം എടുക്കും. പക്ഷേ ജ്ഞാനിക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ജ്ഞാനി ആത്മസ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ജനന മരണങ്ങള് ഉണ്ടാവുകയില്ല. അപ്പോ ജ്ഞാനി അഥവാ എന്താ പറയുക, ജീവൻ മുക്തനായ ആള് ശരീരം വിട്ടു കഴിയുമ്പോൾ അവിടെയാണ് വിദേഹമുക്തി എന്ന് പറയുന്ന ഭാഗം വരുന്നത്. വീണ്ടും ജനനമില്ലാത്തൊരു അവസ്ഥയില് വിദേഹമുക്തി എന്ന് പറയാം. അപ്പൊ ജ്ഞാനി മരിക്കുമ്പോൾ അത് അവസാനത്തെ മരണമാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇനിയൊരു മരണം ഇല്ല, കാരണം ഇനിയൊരു ജനനം ഇല്ലാത്തത് കൊണ്ട് ജ്ഞാനം വന്ന ശേഷമുള്ള മരണം മരണം. ഇനി
ജ്ഞാനബലമാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരമപുരുഷാർത്ഥം എന്ന ഭാഗം ജ്ഞാനബലം. അപ്പൊ നമുക്ക് പറഞ്ഞു ജീവൻ മുക്തി എന്താ തരിക? ശോകനാശം തരും. ശോകമില്ല, ജീവൻ മുക്തന് ശോകമില്ല. ജീവൻ മുക്തനായിട്ടിരിക്കുന്ന സമയത്ത് ദുഃഖമില്ലല്ലോ, ആനന്ദത്തിലാണ് കഴിയുന്നത്. സച്ചിത് ആനന്ദം, ആത്മാനന്ദം എന്നുള്ള അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജീവൻ മുക്തി. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ കർമ്മനാശം. അതായത് കർമ്മം, സഞ്ചിത കർമ്മം ഉണ്ടെങ്കിലാണ് പുതിയ ബർത്ത് ഉണ്ടാകുന്നത്. സഞ്ചിത കർമ്മം ബാക്കി നിൽക്കുമ്പോൾ, സഞ്ചിത കർമ്മം നമ്മൾ പഠിച്ചു. പ്രാരബ്ധം സഞ്ചിതത്തിൽ നിന്നുള്ള ചെറിയൊരു അംശത്തെ എടുത്ത് ഇവിടെ ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടു. ആ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആഗാമിയായിട്ട് വരും എന്ന് കണ്ടു. ആ ആഗാമി കർമ്മങ്ങള് കുറച്ചു ഭാഗത്തിന്റെ ചിലപ്പോൾ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാം, ബാക്കിയെല്ലാം സഞ്ചിതത്തിൽ പോയി കയറും. അങ്ങനെ സഞ്ചിതം കൂടിക്കൊണ്ടിരിക്കും, വീണ്ടും പ്രാരബ്ധം വരും. അങ്ങനെ ഇതിങ്ങനെ ഈ സൈക്കിള് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മനാശം സംഭവിക്കുന്നതിനാൽ അവിടെ റീബർത്ത് ഉണ്ടാവുകയില്ല. ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച. അതാണ് അതിന്റെ അവസാനം വരുന്നത്. ഏവം ച വേദാന്തവാക്യൈഹി സദ്ഗുരു ഉപദേശേന ച എന്നൊരു ഭാഗം നമ്മൾ കണ്ടു. ആ വാക്യത്തിന്റെ തുടർച്ചയായിട്ട് സർവേഷ്വഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധിരുൽപ്പന്ന തേ ജീവൻ മുക്ത ഇത്യർത്ഥഃ എന്നാണ് നമ്മളവിടെ പ്രോസിൽ പഠിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥമായിട്ട് നോക്കുമ്പോ വേദാന്തവാക്യൈഹി, വേദാന്തവാക്യങ്ങൾ മൂലം സദ്ഗുരു ഉപദേശേന ച, ഗുരു ഉപദേശത്തോടെയും, അതായത് പരമ്പരയായിട്ട് വരുന്ന ഗുരു ഉപദേശത്തോടുകൂടെയും, അത് ഈശ്വരനിൽ നിന്നാണ് വരുന്നത്. പരമ്പരയായിട്ട് വരുന്നു എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, ഋഷിമാർക്ക് ദർശനമുണ്ടായത് ഭഗവത് ചൈതന്യത്തിൽ കൂടെയാണ്. വേദം ഈശ്വര ശബ്ദമാണ്. അത് ഋഷികൾക്ക് ദർശനമായി എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനിൽ നിന്ന് വന്നു, അത് പരമ്പരയായിട്ട് തുടർന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഉപദേശം പരമ്പരയായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് അതിന്റെ പരമ്പര വേണം എന്ന് പറയുന്നതിന്റെ, പരമ്പര വഴിക്ക് തന്നെ പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. അതാ അപ്പോൾ മാത്രമേ ഡയറക്റ്റ് ആദ്യത്തെ ഈശ്വരവാക്യം എന്നുള്ള, ഈശ്വര ശബ്ദം എന്നുള്ള ലെവലിലേക്ക് വേദത്തിന്റെ കണക്ഷൻ നമുക്ക് കിട്ടും. ആ പരമ്പരയില്ലെങ്കിൽ, പരമ്പര മുറിഞ്ഞു പോയാൽ പിന്നെ അത് ഭഗവാന്റെ ആ വാക്യത്തെ തുടരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഗുരുപരമ്പര വേണം എന്ന് നിർബന്ധം പറയുന്നത്. അപ്പോ സദ്ഗുരു ആയിരിക്കുകയും വേണം, അതായത് ബ്രഹ്മനിഷ്ഠനായ ഗുരു ആയിരിക്കണം സദ്ഗുരു. അപ്പൊ സദ്ഗുരു ഉപദേശേന, സദ്ഗുരുവിന്റെ ഉപദേശത്തോടെയും സർവേഷു അപി ഭൂതേഷു, എല്ലാ ജീവരാശികളോടും, സർവേഷു അപി ഭൂതേഷു, സർവേഷു അപി ഭൂതേഷു, എല്ലാ ജീവരാശികളോടും, യേഷാം ആർക്കാണോ ബ്രഹ്മബുദ്ധി ഉൽപ്പന്ന ബ്രഹ്മബുദ്ധി, അതായത് എല്ലാ ജീവരാശികളും ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന തിരിച്ചറിവ്. അല്ലാതെ വേറെ ഒരു സ്ഥലത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്ന്. അതാണ് ബ്രഹ്മത്വ ബുദ്ധി. ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മബുദ്ധി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എല്ലാം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്ന്. അവർ ജീവൻ മുക്താഹ ഇത്യർത്ഥഃ, അവരെ ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരാണ് ജീവൻ മുക്തന്മാർ. അപ്പൊ ജീവൻ മുക്തർ എന്നുള്ളതിന്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? വേദാന്തവാക്യങ്ങൾ കൊണ്ടും സദ്ഗുരു ഉപദേശത്തോടുകൂടെയും എല്ലാ ജീവരാശികളോടും എല്ലാ ജീവരാശികളും ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്ന തിരിച്ചറിവ് ആർക്കാണോ ഉള്ളത് അവർ ജീവൻ മുക്തന്മാർ. ഇതാണ് ഇവിടെ തത്വബോധത്തിൽ പറഞ്ഞിട്ടുള്ള അതിന്റെ അർത്ഥം. ഇവിടെ ജീവൻ എന്നാൽ
ജീവിച്ചിരിക്കുമ്പോൾ എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. ഇവിടെ മരിച്ച ശേഷമുള്ളതിന്റെ അല്ല ഇവിടെ അർത്ഥം എടുക്കേണ്ടത്. ജീവന്മാർ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നെടുക്കണം. അതായത് സെയിം ബോഡി, സെയിം മൈൻഡ്, ഇൻ സെയിം വേൾഡ്. എന്നിട്ട് മുക്തി. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഈ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് മുക്തനാവുക. ഇവിടെ നിന്ന് വിട്ടപ്പോഴല്ല, ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട്, ഈ ലോകത്തിരുന്നു കൊണ്ട്, ഈ മനസ്സുപയോഗിച്ചുകൊണ്ട് തന്നെ മുക്തി നേടുന്നു. അതാണ് ജീവൻ മുക്തൻ. അതായത് എന്താ പറയാ, മമതയിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ആൾക്കാരിൽ നിന്ന് മോചനം എന്ന് പറയാം. പിന്നെ ആരാണ് ഈ കുറച്ച് ആൾക്കാരിൽ നിന്ന് മോചനം എന്ന് പറയുമ്പോ? സ്വന്തം ഇന്ദ്രിയങ്ങളിൽ നിന്ന് മോചനം. സ്വന്തം ഇന്ദ്രിയങ്ങളിൽ നിന്ന് മോചനം. പിന്നെയോ, പിന്നെ എന്റേത് എന്ന് വിചാരിച്ചിരിക്കുന്ന എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ കുട്ടികള്, എന്റെ ഭാര്യ, എന്റെ സുഹൃത്തുക്കള്, എന്റെ അധ്യാപകര്, ഇങ്ങനെ എന്റെ എന്ന് ആരൊക്കെ എവിടെയൊക്കെ ചേർത്തിരിക്കുന്നു അതിൽ നിന്നെല്ലാം മോചനം. ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മുടെ വലിയ വലിയ ഗുരുക്കന്മാരുടെ ആ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം, അവര് ആ ജ്ഞാനം കൊണ്ട് വീട്ടിൽ നിന്ന് എന്റെ ഈ ജീവിത ഉദ്ദേശം വേറെയാണ്, എനിക്ക് ഇനി ഈ ഗൃഹവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? എന്റേത് എന്നുള്ള മമതയിൽ നിന്ന് പോവുക. അമ്മ അച്ഛനൊന്നുമില്ല, പിന്നെ അങ്ങ് വിട്ടു പോവുക. അവരുടെ ആ ജീവിത ലക്ഷ്യം എന്താണോ, ഉപദേശം, എല്ലാവർക്കും ഉപദേശം കൊടുക്കുക അതിലേക്ക്. അതാണ് ജ്ഞാനാവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും. പിന്നെ അങ്ങനെ എല്ലാവർക്കുമാണ്. പിന്നെ അവിടെ ഇന്ന ആൾക്കാർക്ക് എന്നുള്ളൊരു സംഗതി ഇല്ല. അതാണ് ശരിയായിട്ടുള്ള ജ്ഞാനാവസ്ഥ. എന്റേത് എന്നുള്ളത് പൂർണ്ണമായിട്ടും പോകണം, എന്നാലേ ജ്ഞാനം വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സ്വന്തം മനസ്സിൽ നിന്ന് മോചനം, അതില്ലാതെ കണ്ട് പറ്റുമോ? എവിടെയാ ഈ എന്റേതെന്നുള്ളതൊക്കെ എവിടെയാ വരുന്നേ? അഹങ്കാരം വരുന്നത് എവിടെയാ? മനസ്സിലാണ് അഹങ്കാരം വരുന്നത്, വേറെ എവിടെയുമല്ല. നമ്മൾ എവിടെ പോയാലും നമുക്ക് അഹങ്കാരത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. കാട്ടിൽ പോയിക്കോട്ടെ, ഗുഹയിൽ പോയിക്കോട്ടെ, ഏതെങ്കിലും ആശ്രമത്തിൽ പോയിക്കോട്ടെ, അങ്ങനെയൊക്കെ പോയതുകൊണ്ട് മാത്രം പുറത്ത് കാണുന്ന എക്സ്റ്റേണൽ പ്രക്രിയകൾ കൊണ്ട് ജ്ഞാനമാകുമോ? ഇല്ല. കാരണം അവിടെ എല്ലാം പോകുമ്പോൾ നമ്മുടെ ഓരോ ആരാ ഉള്ളേ? നമ്മുടെ മനസ്സുണ്ട്. കാട്ടിൽ പോയാൽ മനസ്സില്ലാതെയാണോ കാട്ടിൽ പോകുന്നത്? മനസ്സും കൊണ്ടാ പോകുന്നേ. ഗുഹയിൽ പോയി ധ്യാനത്തിന് പോയാൽ മനസ്സും കൊണ്ടല്ലേ പോകുന്നേ? ആണ്. ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും ധ്യാനത്തിന് പോകുന്നുണ്ട്, പഠിക്കാനായിട്ട് പോകുന്നുണ്ട്, ധ്യാനത്തിന് പോയി ഇരിക്കുന്നുണ്ട്. മനസ്സും കൊണ്ടാണോ പോകുന്നേ? ആണല്ലോ. മനസ്സില്ലാതെ പറ്റുമോ? ഇല്ല. പക്ഷേ എവിടെ ചെന്നാലും മനസ്സിൽ നിന്ന് മോചനം കിട്ടിയാലേ ജ്ഞാനിയാവും. ഇപ്പൊ ഇപ്പൊ ധ്യാനിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എൻ്റെ മനസ്സിനെ ഞാൻ അവിടെ ആ ഒരു ക്രിയയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ അടക്കാൻ പഠിക്കലേ ആവുള്ളൂ. അത് ജസ്റ്റ് ഒരു പഠനം മാത്രമാണ്. എനിക്ക് വേറെ ചിന്തകളെ, ഒരു ചിന്തയും വരാതെ മനസ്സിനെ നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു പ്രാക്ടീസ്, അത്രയേ ഉള്ളൂ. പറ്റാറുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. അപ്പോ അങ്ങനെ ഇരിക്കാൻ പറ്റണമെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫില് കുറച്ചു നേരം സന്ധ്യക്ക് പോയി ഇരുന്നുകൊണ്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ വെളുപ്പിനെ കയറി ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ? പോരാ. അത് ഫലവത്താവണമെങ്കിൽ മറ്റു സമയത്ത്, ഇപ്പോ 10 മിനിറ്റൊക്കെ ഇരിക്കുന്നത്, ബാക്കി 24 മണിക്കൂറിൽ 10 മിനിറ്റ് പോയാൽ ബാക്കി എത്രമാത്രം സമയമുണ്ട്? ആ സമയം മുഴുവൻ ഞാനും എൻ്റെതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ 10 മിനിറ്റ് കൊണ്ട് വല്ലതും നടക്കുമോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ആലോചിച്ചറിയാമല്ലോ. 10 മിനിറ്റ് ധ്യാനത്തിനിരിക്കുന്നു, ബാക്കി ഉള്ള സമയം മുഴുവൻ ഞാനും എൻ്റെതുമാണ്. പറയുന്നതെല്ലാം എന്റെയാണ്, കാണുന്നതെല്ലാം എന്റെയാണ്. എല്ലാ റിലേഷൻഷിപ്പും ഉണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മൊബൈൽ എടുത്ത മൊത്തം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ വലിയ ധ്യാനം പറയുന്നുകൊണ്ടിരിക്കും, പൂജ പറഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര സംഭവങ്ങളൊക്കെ ചെയ്യും. അവിടെ ഒന്നുമല്ല കാര്യം കിടക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെയെങ്കിലും കുറച്ചു സമയം ചെയ്ത് 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 അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അല്ലാതെ കണ്ട് കാര്യമൊന്നുമില്ല. ഇതൊരു ചടങ്ങ് പോലെ എല്ലാ ദിവസവും 10 മിനിറ്റ് ധ്യാനിക്കുക, 1 മണിക്കൂർ പൂജ ചെയ്യുക, വീണ്ടും പഴയ ലോകത്തിലേക്ക് ഇറങ്ങി വരിക, ഒരു കാര്യമില്ല. അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് അതിൽ കൂടി മനവിശാലത ഉണ്ടാക്കണം. നമ്മൾ സ്വയം ആലോചിച്ച് നോക്കണം. വിശാലത ഉണ്ടായിട്ടുണ്ടോ? മനസ്സിന് വികാസം സംഭവിച്ചിട്ടുണ്ടോ? എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കണം. എന്തെങ്കിലും വ്യത്യാസം വന്ന് കാണാം, ഇല്ലെങ്കിൽ വരുത്തണം. അതേമാതിരി ഏകാഗ്രത കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ, ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ കയറി വരുന്നുണ്ടോ?
ഒന്നിനു പുറകെ ഒന്നായിട്ട് ചിന്തകൾ വന്ന് കുമിയുന്നുണ്ടോ? ഇപ്പോ ഏകാഗ്രത, പിന്നെ വേണ്ടത് മനഃശുദ്ധിയാണ്. എന്നിട്ടാണ് മനവിശാലതയ്ക്ക് പോകുന്നത്. മനഃശുദ്ധി, എന്തുമാത്രം മനഃശുദ്ധി വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അതായത് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? ആരെങ്കിലും കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടോ? ആരോടെങ്കിലും കോപമുണ്ടോ? ഇങ്ങനെ കുറെ നോക്കുമ്പോഴാണ് മനസ്സിന്റെ ശുദ്ധി എന്തുമാത്രം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ മനഃശുദ്ധിയെ കുറിച്ചും നോക്കുക. ഇതിനകത്തൊക്കെ സ്വയം ഒരു മാർക്ക് ഇടുക. ഏകാഗ്രത എത്ര മാർക്കുണ്ട് 100 നോക്കുക. മനഃശുദ്ധി എത്ര മാർക്കുണ്ട് നോക്കുക. അത് രണ്ടും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ മനവിശാലതയുടെ മാർക്കിനെ കുറിച്ച് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ 0 ആയിരിക്കും വിശാലതയിൽ, ഒരു സംശയമില്ല. അപ്പൊ ഇത് 3-ൽ 100 ആയാലേ ജ്ഞാനി എന്ന ഒരു ലെവലിലേക്ക് എത്തുകയുള്ളൂ, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത് നിരന്തരമായ അഭ്യാസം. അപ്പൊ നിരന്തരമായ അഭ്യാസം ഈ 10 മിനിറ്റോ 5 മിനിറ്റോ ചെയ്താൽ പോരാ. ഇതിനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. അതിൽ നിന്ന് വിടുതല വരുന്നൊരു സമയം വേണം. അതെങ്ങനെയാ വരിക? ഇപ്പൊ നമുക്കുള്ള കുഴപ്പം, ഏതെങ്കിലും ഒരു ദേവതയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റു ദേവതകളെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കില്ല. ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും മറ്റേതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ഇഷ്ടക്കുറവും വരും. അത് മാറിയിട്ട് ഏതെങ്കിലും ഒരു അർച്ചന ചെയ്യുമ്പോ ഇത് എല്ലാ ദേവതകൾക്കും എത്തും. ഈ അർച്ചന സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ തന്നെ ഒരു അംശമാണ്. ഇപ്പൊ ഇത് ഞാൻ ഈ ദേവതയായിട്ട് കാണുന്നത്. ഇവിടെ അർച്ചിക്കുന്നത് പരബ്രഹ്മത്തിന് തന്നെ എത്തും. കൃഷ്ണന് അർപ്പിക്കുന്നത്. അതിലിപ്പോ കഴിഞ്ഞ ദിവസം നച്ചൂർ സ്വാമിയുടെ പ്രഭാഷണത്തിൽ കേട്ടു. ഭാഗവതത്തില് ഒരു സന്ദർഭത്തില് അദ്ദേഹം പറയുന്നുണ്ട്, മഹാഭാരത കഥയില് അർജുനനും കൃഷ്ണനും കൂടി മഹാദേവന്റെ അടുത്ത് പോയപ്പോ ഒരു പ്രത്യേക സന്ദർഭത്തില്, അപ്പോ മഹാദേവന്റെ അടുത്ത് ചെന്നപ്പോ അന്ന് ഭഗവാൻ കൃഷ്ണന് അർജുനൻ അർപ്പിച്ച പുഷ്പങ്ങള് മഹാദേവന്റെ അവിടെ പാദത്തിൽ കണ്ടു എന്നാ പറയുന്നത്. അത് കാണിക്കാനാ കൊണ്ടുപോയി. ആ ഉള്ളിലുള്ള ദ്വൈതത്തെ മാറ്റാനാണ് ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പൊ പറഞ്ഞു, ഞാനും പരമേശ്വരനും വേറെയല്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഒത്തിരി. പക്ഷെ നമ്മളതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. നമുക്ക് രണ്ടും രണ്ട് തന്നെയാ, അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറയും നമ്മൾ. അത് പോരാ, അത് മാറണം. മാറിയാലേ പ്രയോജനമുള്ളൂ. അപ്പോ സ്വന്തം മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ദ്വൈത ബുദ്ധിയിൽ നിന്നൊക്കെ മോചനം വരണം. അപ്പോഴേ യഥാർത്ഥ മുക്തി ലഭിക്കുകയുള്ളൂ. യഥാർത്ഥ മുക്തന്മാർ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്, ഇല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെ ജീവിച്ചു കുറെ കാലം. രമണ മഹർഷി എത്രയോ കാലം ജീവിച്ചു. എത്രയോ ഗുരുക്കന്മാർ നോർത്ത് ഇന്ത്യയിലെ തീരാത്ത ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ ഇഷ്ടംപോലെ കാലം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് മുക്തരായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ മുക്തരാവും? ഇവിടെ നിട്ടിച്ചു പോവല്ല, മനസ്സിലാണ് മുക്തി. അവരിവിടെ സാധാരണ പോലെ ജീവിക്കുന്ന കാണാം, പക്ഷെ അവരുടെ മനസ്സിൽ മുക്തരാണ് അവര്. അവർക്കെല്ലാം ഒരുപോലെയാണ്. അവർക്ക് ഒന്നിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റോ മമതയോ ഒന്നുമില്ല. എല്ലാം ഒരുപോലെ. അപ്പോ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താ? എവിടുന്നാണ് മുക്തി നേടണ്ടേ? അജ്ഞാനത്തിൽ നിന്ന്. അജ്ഞാനത്തിൽ നിന്ന് ആണ് മുക്തി നേടേണ്ടത്. അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന പ്രവർത്തികളുടെ ഫലത്തിൽ നിന്ന് മുക്തി നേടണം. അജ്ഞാനം കൊണ്ടാണ് പ്രവർത്തനം, അതിൽ നിന്നെല്ലാം മുക്തി നേടണം. അജ്ഞാനത്തിൽ നിന്ന് മുക്തി നേടണം. അതാണ് ജ്ഞാനം. അങ്ങനെ നേടുന്ന മുക്തിയാണ് ജ്ഞാനം കൊണ്ട് നേടുന്ന മുക്തി. അജ്ഞാനത്തിന്റെ എന്താ? അജ്ഞാനത്തിൽ നിന്ന് എന്താ ഉണ്ടാവുക? എന്താണ് അജ്ഞാനം നമുക്ക് തരുന്നത്? വിക്ഷേപം എന്ന് പറയും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിക്ഷേപം എന്താണെന്ന്. ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് ആ ചിന്ത ഉടലെടുത്ത ഉടനെ അതിനെ പ്രവർത്തിക്കണമെന്ന് തോന്നുക. വീണ്ടും 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 ഇതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. ഒന്ന് കഴിയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ, ചിന്തകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരെണ്ണത്തിന് ഒരു ചിന്ത വരുന്നു, ഉടനെ അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങളെ കൂട്ടുപിടിക്കും, ഇന്ദ്രിയങ്ങൾ അത് ചെയ്യും.
ഉടനെ അടുത്തത് മുളയ്ക്കും, അതിനെ വേണ്ടി ഇന്ദ്രിയങ്ങളെ പിടിക്കും, അത് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ വഴിക്ക് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ചിന്ത ഉണ്ടാകാതിരിക്കണം. അതാണ് വൃത്തി എന്ന് പറയും. എന്താ പറയാ, വേദാന്തത്തിൽ വൃത്തി എന്ന് പറയും. വൃത്തിയെ അടക്കണം എന്ന് പറയും. വൃത്തിയെ അടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സാധാരണ വാക്കർത്ഥമല്ല. അവിടെ വൃത്തി എന്ന് പറഞ്ഞാൽ ഈ ചിന്തയുടെ ഉത്ഭവം, ചിന്തകളെയാണ് അവിടെ പറയുന്നത്. ആ ചിന്ത ഉദിക്കാതിരിക്കുക, ഒരു ചിന്തയും വരാതെ ഇരിക്കാൻ സാധിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയില് സദ്ഗുരുവിന്റെ അടുത്ത് ആരോ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ എന്താണ് ആലോചിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോ സദ്ഗുരു അദ്ദേഹം പറയുന്നു, ഞാൻ വെറുതെ ഇരിക്കും. ഇയാൾക്ക് അതിശയായി, വെറുതെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ഒന്നും ആലോചിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നും ആലോചിക്കില്ല. എന്താ അത്ഭുതം എന്ന് ആലോചിച്ച് നോക്കുക. ഒന്നും ആലോചിക്കാതെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും, ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ആലോചിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ. അവർക്കൊക്കെ അത് സാധിക്കും. എത്രയോ വർഷത്തെ അവരുടെ സാധന കൊണ്ട് നേടുന്നതാണ്. ജന്മജന്മാന്തരങ്ങളുടെ സാധന. ഈ ജന്മത്തെ കണ്ടത് മാത്രം പോരാ, ജന്മജന്മാന്തരങ്ങളുടെ സാധന കൊണ്ടാണ്. അവരെഞ്ഞോ കള്ളം പറയാണോ? ഒരിക്കലും അല്ല. അവർക്കത് സാധിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോ അങ്ങനെ ഉള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മുക്തി സംസാരത്തിൽ നിന്നാണ്. അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. മുക്തി വേണം, മുക്തി വേണം, മുക്തി വേണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെന്നാ ഈ മുക്തി വേണ്ടേ? സംസാരത്തിൽ നിന്നാണ് മുക്തി ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പതുക്കെ പുറകോട്ട് വിളിക്കും അല്ലെ. അയ്യോ, അത് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല, ഞങ്ങൾ വേറെ മുക്തി എന്ന് പറഞ്ഞാൽ വേറെ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ കെട്ടിപ്പിടിച്ചിരിക്കാന്നാ വിചാരിച്ചതെന്ന്. അതൊന്നുമല്ല. സംസാരത്തിൽ നിന്നാണ് മുക്തി. അപ്പോ സംസാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സുഖം, ദുഃഖം, ദേഷ്യം, അസൂയ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയതാണ് സംസാരം. അപ്പോ ആ സംസാരത്തിൽ നിന്നാണ് മോചനം. അതാണ് മുക്തി. പൊതുവെ ആൾക്കാർ വിചാരിക്കും ജ്ഞാനം വന്നാൽ ഉടനെ മരണം വരുന്നു. അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട് പലരും. ജ്ഞാനം വന്നാൽ ഉടനെ മരിക്കും. അങ്ങനെ അല്ല, വെറും തെറ്റായിട്ടുള്ള ധാരണ. നമ്മുടെ പ്രാരബ്ധം, ഒരു ശരീരം എടുക്കുന്നത് പ്രാരബ്ധം കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ പ്രാരബ്ധം കൊണ്ട് ശരീരമുണ്ടായി. ഈ ശരീരം ഉണ്ടായാൽ ആ ലോ ഓഫ് കർമ്മ, കർമ്മത്തിന്റെ നിയമം അനുസരിച്ച് ഈ പ്രാരബ്ധം വന്നാൽ അത് മുഴുവൻ അനുഭവിച്ച ശേഷമേ ആ ശരീരം വിടാൻ പറ്റൂ. അപ്പോഴേ ആ ശരീരം താനെ നിലംപതിക്കുള്ളൂ. ആ മരണം എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കുള്ളൂ. അപ്പോ കർമ്മഫലം തീരാതെ മരണം വരില്ല. അപ്പോ ഈ സ്റ്റാറ്റസിൽ ഇരിക്കുമ്പോ, ഈ പ്രാരബ്ധം കിട്ടി, ആ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ വേണം ജ്ഞാനം ലഭിക്കാൻ. അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ജ്ഞാനം കിട്ടണം. അതിനെങ്ങനെയാ കിട്ടുക? ഞാൻ അനുഭവിക്കുന്നത് പ്രാരബ്ധമാണ് എന്ന് മനസ്സിലാക്കുമ്പോ വളരെ എളുപ്പമായില്ലേ? മറ്റേത് അതൊന്നും അറിയുന്നില്ലല്ലോ. ഈ വക കാര്യങ്ങൾ ഒന്നുമേ അറിയാതിരിക്കുന്നത്, അതാണ് അജ്ഞാനം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രം വഴിക്ക്, ശാസ്ത്രം എന്താണ് പറയുന്നത്, എന്താണ് ജീവിതം, എന്താണ് ജീവൻ, എന്താണ് ശരീരം, ഇങ്ങനെയൊക്കെ ശാസ്ത്രം പഠിച്ചു തുടങ്ങുമ്പോൾ, വേദാന്തം പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പോഴാണ് സംസാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ മുക്തി നേടാം എന്നുള്ളത് പഠിക്കുക. അപ്പൊ സംസാരത്തിൽ നിന്നുള്ള മോചനമാണ് മുക്തി എന്ന് പറയും. അതാണ് അജ്ഞാനം എന്ന് പറഞ്ഞതാണ് സംസാരം. അപ്പൊ നമുക്കറിയാം, ആൾക്കാർ ചിലപ്പോൾ പറയും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കുട്ടികൾക്കൊക്കെ നല്ല പൊസിഷനായി, എല്ലാവരുമായി എല്ലാം ഉണ്ട്, നിറയെ വീടുകളുണ്ട്, സമ്പത്തുണ്ട്, ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്തോ ഒരു കുറവ്, ഒരു മനസ്സിന് എന്തോ ഒരു പോരായിക. അതാണ് ആത്മജ്ഞാനത്തിനുള്ള യഥാർത്ഥ സമയം. ആ എന്തോ ഒന്നിന്റെ പോരായികയെ വീണ്ടും ലൗകികത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും തൃപ്തിയാവില്ല. അവിടെ പൂർണ്ണത കിട്ടില്ല. ലൗകികമായിട്ടുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു എന്ത് പറയാൻ, ഇങ്ങനെ പോണു എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ അത് ചെറുതായിട്ടുള്ളിൽ ഉണ്ടാവും. അത് ജീവന്റെ പ്രകൃതമാണത്. അത് മുന്നോട്ട് അങ്ങോട്ട് നയിക്കുകയാണ്, തന്നെത്താൻ ആ ജീവൻ നയിക്കുകയാണ്.
എന്തിലേക്ക്? ജ്ഞാനത്തിന്റെ പാതയിലേക്ക്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. അവിടെയാണ് കുഴപ്പം. അതിനെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനൊരു ചാൻസ് വരും. ഇതല്ലല്ലോ പൂർണ്ണത എന്നൊരു തോന്നൽ വരും. ആ സമയത്താണ് വേദാന്തത്തിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് മുഴുവൻ കർമ്മകാണ്ഡത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അത് കഴിഞ്ഞ് വേദാന്തത്തിലേക്ക് കടക്കും, ജ്ഞാനകാണ്ഡത്തിലേക്ക് കടക്കും. അപ്പോൾ ഈ പറഞ്ഞ പല 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 തത്വബോധത്തിൽ പറഞ്ഞ പല ഉപദേശങ്ങളും നമ്മൾ കേട്ട് കുറേശ്ശെ ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആക്കി കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട്. അപ്പോ സന്തോഷമാണ് വേണ്ടത്. അതുകൊണ്ട് മനസ്സംതൃപ്തിയാണ് മുഖ്യം. സാഹചര്യങ്ങളൊക്കെ ഏത് സാഹചര്യം വന്നാലും മനസ്സിന്റെ സംതൃപ്തി ഉണ്ടായിരിക്കുക, അതാണ് ജ്ഞാനം. ഇനി പറയുന്നു, നനു ജീവൻ മുക്തഃ കഃ. നനു എന്ന് പറഞ്ഞ ഒരു സംശയം പറയുന്നതാണ്, ചോദ്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു, സംശയമാണത്. നനു ജീവൻ മുക്തഃ കഃ യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ഇതി ദൃഢനിശ്ചയസ്തഥാ. ഇത്രയും വാക്കുകൾ ഒന്നുകൂടെ നോക്കുക. നനു ജീവൻ മുക്ത കഃ യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ഇതി ദൃഢനിശ്ചയസ്തഥാ നാഹം ബ്രാഹ്മണഃ ന ശൂദ്രഃ ന പുരുഷഃ കിന്തു അസംഗഃ സച്ചിദാനന്ദ സ്വരൂപഃ പ്രകാശരൂപഃ സർവ അന്തര്യാമി ചിദാകാശരൂപോസ്മി ഇതി ദൃഢനിശ്ചയ രൂപോ പരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ. നല്ലൊരു ഡെഫിനിഷൻ തന്നെയാണ് ജീവൻ മുക്തൻ ആരാണ് എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ അതിന്റെ ഒരു എങ്ങനെയാണെന്ന് കുറച്ച് പദങ്ങൾ വാക്യങ്ങളെ ഉപയോഗിച്ച് പറയാണ്. നനു ജീവൻ മുക്ത കഃ, ജീവൻ മുക്തൻ ആര് എന്ന് ചോദിക്കുമ്പോ യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ഇതി ദൃഢനിശ്ചയസ്തഥാ. അങ്ങനെയാണ് ഓരോ വാക്കായിട്ട് നമുക്ക് നോക്കാം. നാഹം ബ്രാഹ്മണഃ ന ശൂദ്രഃ ന പുരുഷഃ കിന്തു അസംഗഃ സച്ചിദാനന്ദ സ്വരൂപഃ പ്രകാശരൂപഃ സർവ അന്തര്യാമി ചിദാകാശരൂപോ അസ്മി ഇതി ചിദാകാശരൂപഃ അസ്മി ഇതി ദൃഢനിശ്ചയ രൂപോ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ. ദൃഢനിശ്ചയ രൂപഃ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ. കുറെ വാക്കുകളുണ്ട്, നമുക്ക് നോക്കാം. നനു ഒരു ചോദ്യമാണ്. പിന്നെയോ ജീവൻ മുക്തഃ കഃ എന്ന് പറഞ്ഞാൽ ആരാണ് ജീവൻ മുക്തൻ എന്നുള്ള ചോദ്യം. ശരി, അപ്പോ ഒറ്റ മറുപടിയേ ഉള്ളൂ ശരിക്കും പറയാം. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചത്? തൃപ്തഃ ജീവൻ മുക്തഃ. തൃപ്തി ആർക്കാണോ ഉള്ള അയാൾ ജീവൻ മുക്തഃ. അപ്പൊ എല്ലാ ജീവരാശികളിലും ബ്രഹ്മബുദ്ധിയെ വച്ചവർ, എല്ലാ ജീവരാശികളിലും ബ്രഹ്മബുദ്ധിയോടുകൂടി നോക്കുന്നവരാണ് തൃപ്തരെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആചാര്യൻ പറഞ്ഞു അപരോക്ഷജ്ഞാനവാൻ എന്നൊരു വാക്കുപയോഗിച്ചു. ദൃഢനിശ്ചയ രൂപ അപരോക്ഷജ്ഞാനവാൻ എന്നൊരു വാക്കുപയോഗിച്ചു. ജ്ഞാനത്തെ പരോക്ഷം എന്നും അപരോക്ഷം എന്നും രണ്ടായി തിരിക്കാം. പുതിയൊരു രീതിയിലേക്ക് പോവാണ്. പൂർവ്വ വിശദീകരണം ശങ്കരാചാര്യസ്വാമികള് നല്ല രീതിയിൽ അത് മനസ്സിലാകാനായിട്ട് വേറെ ഒരു വഴിയിൽ കൂടി ഇപ്പൊ സഞ്ചരിക്കുന്നു. എന്താണത്? ജ്ഞാനത്തെ പരോക്ഷം എന്നും അപരോക്ഷം എന്നും രണ്ടായി പിരിക്കാം. പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം. അപ്പോ പരോക്ഷജ്ഞാനം എന്നാൽ ഇവിടെ തെളിവില്ലാത്ത ജ്ഞാനം, വേഗ് നോളജ് എന്നാണ് പരോക്ഷജ്ഞാനത്തിന് പറയുക. പരോക്ഷജ്ഞാനത്തിന് പറയുന്നു തെളിവില്ലാത്ത ജ്ഞാനം അഥവാ വേഗ് നോളജ്, ക്ലിയർ അല്ലാത്തത്. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയമാണ്. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. പര അക്ഷം അതായത് ഇന്ദ്രിയ ഗോചരം അല്ലാത്തത്.
പര അക്ഷം ഇന്ദ്രിയ ഗോചരമല്ലാത്തത്. ഇപ്പോ ദൂരെ ഒരു ഉദാഹരണം പറയുന്നത്, ദൂരെ പർവ്വതത്തില് പുക കാണുമ്പോൾ സാധാരണ നിലയ്ക്ക് എന്ത് വിചാരിക്കും? തീ ഉണ്ട് എന്ന് പറയുമല്ലോ. പർവ്വതത്തിൽ തീയുണ്ട്, പുക കാണുന്നുണ്ട്, കണ്ടില്ലേ പുക? അപ്പൊ ഇതിനെന്താ പറയുക? ഒരു ഊഹം. ഇതാണ് പരോക്ഷജ്ഞാനം. ഒരു ഊഹം, അതാണ് പരോക്ഷജ്ഞാനം. തീയെ നേരിൽ കണ്ടിട്ട് പറയുന്നത് അപരോക്ഷജ്ഞാനം. തീയെ നേരിട്ട് കണ്ടു എന്നിട്ട് പറയുന്നത് അപരോക്ഷജ്ഞാനം. ഇവിടെ പരമാത്മാ അസ്ഥി എന്ന് ഞാൻ പറയുമ്പോ എന്തായിരിക്കും? പരമാത്മാ അസ്ഥി, പരമാത്മാവ് ഉണ്ട്. അപ്പൊ എന്ത് ജ്ഞാനമാണത്? പരോക്ഷജ്ഞാനമാണ്. ബ്രഹ്മമുണ്ട് എന്ന് പറയുമ്പോ പരോക്ഷജ്ഞാനമാണ്. ഞാൻ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞിട്ട് പറയുമ്പോ ആ അനുഭൂതിയെ അറിഞ്ഞ ശേഷം, പരമാനന്ദം അനുഭവിച്ച ശേഷം, സച്ചിത് ആനന്ദമാണ് ഞാൻ എന്ന് അനുഭവത്തിൽ വന്ന ശേഷം പറയുമ്പോൾ മാത്രമേ അപരോക്ഷജ്ഞാനം ആവുകയുള്ളൂ. ബ്രഹ്മമുണ്ട്, ഈശ്വരനുണ്ട് എന്നൊക്കെ പറയുമ്പോ പരോക്ഷജ്ഞാനമാണ്. അനുഭവത്തിൽ ഞാനും ഈശ്വരനും ഒന്ന്, ഞാൻ സച്ചിത് ആനന്ദമാണ്, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ എന്നൊക്കെ അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ, ആത്മാനുഭൂതി അനുഭവിച്ച ശേഷമാണ് അതിനെ അപരോക്ഷജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ ബ്രഹ്മമായി ഇരിക്കുന്നു. അത് വളരെ ക്ലിയർ ആണ്. അവിടെ പിന്നെ നനു എന്താ സംശയത്തിന് വഴിയില്ല. ഇങ്ങനെയുള്ള ജ്ഞാനം ആർക്കുണ്ടോ അവരാണ് ജീവൻ മുക്തർ എന്ന് ശങ്കരാചാര്യ സ്വാമികള് ഇവിടെ വളരെ വ്യക്തമായി പറയും. അപരോക്ഷജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്ന അപരോക്ഷജ്ഞാനം ആർക്കുണ്ടോ അവരാണ് ജീവൻ മുക്തർ. മാത്രമല്ല, ദൃഢനിശ്ചയം എന്നൊരു വാക്ക് ഉപയോഗിച്ചു ഇവിടെ. ഈ ജ്ഞാനം ദൃഢമായിരിക്കണം, സംശയരഹിതമായിരിക്കണം, ദൃഢമായിരിക്കണം, ഉറപ്പായിരിക്കണം, ഉറച്ചതായിരിക്കണം. ബ്രഹ്മം എന്നുള്ളതിന് പൂർണ്ണം എന്നൊരർത്ഥം കൂടിയുണ്ട്. ബ്രഹ്മം എന്നതിന് പൂർണ്ണം എന്നൊരർത്ഥമുണ്ട്. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പൂർണ്ണനാണ് എന്നും കൂടെ അവിടെ അർത്ഥം പറയുന്നുണ്ട്. ഞാൻ പൂർണ്ണനാണ് എന്നും കൂടെ ബ്രഹ്മത്തിന് പൂർണ്ണം എന്നുള്ള അർത്ഥം വെച്ചെടുക്കുമ്പോ പറയും, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദിച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അവിടെ ആ ബ്രഹ്മത്തിന് തന്നെയാണ് പൂർണ്ണം എന്നുള്ള വാക്ക്. അപ്പോ പൂർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറവും ഇല്ലാത്തതാണ് പൂർണ്ണം. ഒരു കുറവും ഇല്ലാത്തത് പൂർണ്ണം. അപ്പോ ആ ഒരു അവസ്ഥ എവിടെ ഉണ്ടാവണം? മനസ്സിൽ, ശരീരത്തിലല്ല. ശരീരത്തിൽ ഇപ്പൊ വൈകല്യങ്ങൾ കണ്ടേക്കാം, പലതും പ്രശ്നം. പല കൈയുള്ളവരും കാണും, കൈയില്ലാത്തവരും കാണും, കണ്ണില്ലാത്തവർ കാണും, ചെവിയില്ലാത്തവർ കാണും, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്തവർ കാണും, കണ്ണുണ്ടായിട്ടും കാണാത്തവർ കാണും, ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും കാണാം. പക്ഷേ മനസ്സിൽ ഒരു കുറവും ഇല്ലാതെ ഇരിക്കുന്നവരാണ് പൂർണ്ണർ എന്ന് പറയുന്നത്. അവരാണ് ജീവൻ മുക്തർ. അനാത്മ, ആത്മ, അനാത്മ. ആദ്യമേ ശങ്കരാചാര്യസ്വാമി നമ്മളെ പഠിപ്പിക്കും തത്വബോധത്തില് ആത്മ അനാത്മ. ഒരു വസ്തുവിനെ കാണുമ്പോൾ ആത്മ അനാത്മ, ആത്മ അനാത്മ, ഏത് സാഹചര്യത്തിലും ആത്മ അനാത്മ എന്ന് വിവേചിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഒരു ഉപദേശം തന്നിട്ടുണ്ട് നേരത്തെ. അങ്ങനെ നോക്കുമ്പോൾ ശരീരം അനാത്മാവാണ്. അനാത്മ വിഷയത്തിൽ, അതായത് ശരീര വിഷയത്തിൽ പല അസുഖങ്ങളും പല കുറവുകളും ഉണ്ടാകും. പക്ഷെ അതിനും ഈ അപരോക്ഷജ്ഞാനമായിട്ടുള്ള ദൃഢ അവസ്ഥയ്ക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഞാൻ ബ്രഹ്മം എന്ന ദൃഢമായിരിക്കുന്ന അവസ്ഥയ്ക്കും അനാത്മ വിഷയത്തിലുള്ള കാര്യങ്ങൾക്കും തമ്മിൽ ബന്ധം ഇല്ല. അജ്ഞാനത്തിലിരിക്കുമ്പോൾ ഞാൻ ഈ ശരീരം എന്ന് മാത്രം ശക്തിയായി വിശ്വസിച്ചിരിക്കുന്നില്ലേ നമ്മള്? അല്ലേ? നമ്മൾ ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള വിശ്വാസം നമ്മുടെ എന്താണ്? ഞാൻ ഈ ശരീരം എന്നാണ്, അല്ലേ? വേദാന്തത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം മനസ്സിലാക്കുന്നിടം വരെ ഉറച്ച വിശ്വാസം എന്താണ്? ഞാൻ ഈ ശരീരം എന്ന ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഉറപ്പാണ് അതിന്.
എത്രയോ ജന്മങ്ങളും ഈ ശരീരം ഞാൻ, ശരീരം ഞാൻ, ശരീരം ഞാൻ എന്ന് പറഞ്ഞു തന്നെ പോകുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ എത്ര പേരുണ്ട് ഇത് കേൾക്കുന്നവര്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഉപനിഷത് വാക്യങ്ങളും ആത്മവിചാരവും നടത്തുന്നവർ എത്ര പേരുണ്ട്? ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ എത്ര കാലം വേണം നമുക്ക് ഇതിനകത്ത് ഞാൻ ഈ ശരീരമല്ല എന്നൊന്ന് ഉറയ്ക്കാൻ? അറിയാൻ ഒരുപാട് കാലമെടുക്കും. പല പല ഉദാഹരണങ്ങളും പല പല സംശയങ്ങളും മനസ്സിൽ വന്ന് അതിനെ തീർത്ത് വീണ്ടും സംശയം വീണ്ടും തീർത്ത് വീണ്ടും ഗുരുവിന്റെ അടുത്ത് ഉപദേശം സ്വീകരിച്ച് പല പല ഗ്രന്ഥങ്ങളും വായിച്ച് ഒരുപാട് സമയമെടുക്കും. എങ്ങനെയാ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരമാണല്ലോ, അല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? അതെങ്ങനെയാ മനസ്സിലാവുന്നത്? അതെന്താ അതിനൊരു വഴി? ഇങ്ങനെ ഒരുപാട് ചിന്തയ്ക്കും നമ്മള്. അതിനാണ് ഇപ്പൊ തത്വബോധം പഠിച്ചു. അതിന് തന്നെയാ തത്വബോധം പഠിച്ചതിന് വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കാൻ തന്നെയാ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് കാലമെടുക്കും. ഈ ശരീരബോധത്തിൽ നിന്ന്, ഞാൻ ശരീരം എന്ന ദേഹാഭിമാനത്തിൽ നിന്ന് മാറണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്നാൽ എല്ലാ ദിവസവും ദേഹാഭിമാനം ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ കുറച്ചതിനൊരു ചാൻസ് ഉണ്ട്, പക്ഷെ എണീറ്റ് പോയി, ഉടനെ പോയി. എന്നും ഉണ്ടെങ്കിലും അതേ പിടി കിട്ടുന്നില്ല. ഉണ്ടോ? അതിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ആ സുഷുപ്തിയിൽ ഇരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും കൊണ്ട്? അത് കഴിഞ്ഞ് തുരീയം എന്നൊരവസ്ഥയെ പറയുന്നത്, സുഷുപ്തി കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഡീപ്പ് തുരീയം എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് അറിയുന്ന അവസ്ഥയെ സുഷുപ്തി എന്ന് പറയും. അതിനപ്പുറം അവിടെ ഞാൻ ഉറങ്ങി എന്നുള്ള അറിവൊന്നുമില്ല. അതങ്ങനെ സച്ചിദാനന്ദത്തിൽ തന്നെ ഇരിക്കുക എന്നാ പറയുന്നത്. അത് മഹർഷിമാരും അവരൊക്കെ ഇരിക്കുന്നൊരവസ്ഥയാണ് എന്ന് പറയുന്നത് തുരീയം. അങ്ങനെ അത് പല ആചാര്യന്മാരും പല രീതിയിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു സെക്കൻഡിന്റെ കാര്യമുള്ളൂ. ദൃഢമായിട്ടൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ ഈ ശരീരമായിട്ട് തന്നെയല്ലേ. എന്താ പേര്? പരമേശ്വരൻ എന്ന് പേര്. ഇങ്ങനെ പല പല കാര്യങ്ങൾ മുന്നോട്ട് പോകും. ആരുടെ അച്ഛനാണ്, ഇന്ന ആളുടെ അച്ഛനാണ്, ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആൾക്കാരുടെ സഹോദരനാണ്, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യും. ഇങ്ങനെ നമ്മളെ കുറിച്ചുള്ള ഈ ശരീരത്തെ കുറിച്ചുള്ള പരിപാടികളാണ് മുഴുവനുള്ളത്. ശരീരത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ ഈ ശരീരമാണ്. ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എന്റെ കൈക്ക് വേദന, എന്റെ കാലിന് വേദന, എന്റെ തലയ്ക്ക് വേദന, എന്റെ കണ്ണിന് വേദന ഒക്കെ നമ്മൾ തന്നെ പറയുന്നത്. അവിടെയൊക്കെ എന്റെ കൈ, എന്റെ കാലം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ മൊത്തമായി ഞാൻ എന്നെടുത്തുകൊണ്ടാണ് എന്റെ പാർട്ടായിട്ട് പറയുന്നത്. അപ്പോ അങ്ങനെ ശക്തമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് ശരീരത്തെക്കുറിച്ച്. അത് പോരാ, അത് മാറി ഞാൻ ആത്മാ എന്ന് ഇപ്പൊ ശരീരം എന്നുള്ള വിശ്വാസം എത്രത്തോളം ദൃഢമാണോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയില് ഞാൻ ആത്മാ എന്നുള്ള ദൃഢവിശ്വാസം വരണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏത് സമയത്തും ആത്മാ, ഞാൻ ആത്മാ, ഞാൻ ആത്മാ എന്ന് പുറത്തേക്ക് പറയണ്ട, നമ്മുടെ ഉള്ളിൽ തിരിച്ചറിവുണ്ടാവും. കുട്ടികൾ വന്ന് അച്ഛ എന്ന് വിളിക്കുമ്പോഴും ഓർക്കണം, ഞാൻ ഈ ശരീരത്തിൽ കൊണ്ടുണ്ടായ ഈ രക്ഷ എന്നുള്ള പദവിയിലുള്ള ആളല്ല, ഞാൻ ആക്ച്വലി ആയാണ്. ഭാര്യ വന്ന് ഭർത്താവിനെ വിളിക്കുമ്പോഴും ഓർമ്മ വേണം, ഭർത്താവ് ഭാര്യയെ വിളിക്കുമ്പോഴും ഓർമ്മ വേണം. പുറത്തു പോകുമ്പോൾ ആൾക്കാർ നമ്മൾ ഓരോ പൊസിഷൻ വെച്ച് വിളിക്കുമ്പോഴും ഓർമ്മ വേണം. എന്തുണ്ടാവണം? ഉള്ളിൽ, പുറത്തേക്കല്ല. പുറത്തേക്ക് പറഞ്ഞ ആൾക്കാർ പിന്നെ ഭ്രാന്താണെന്ന് പറഞ്ഞു, അത് പറ്റില്ലല്ലോ. അപ്പോ ഉള്ളിലുണ്ടാകണം ഞാൻ ആത്മാ, ഞാൻ ആത്മാ, ഞാൻ ആത്മാ എന്ന് ഉള്ളിൽ അങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ ഉറപ്പായിട്ടും നമുക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോ ഇവിടെ പറയുന്നു, എന്താണ് പറയുന്നത്? നനു ജീവൻ മുക്തഃ കഹ യഥാ ദേഹോഹം, യഥാ എങ്ങനെയാണോ, ദേഹോഹം ദേഹഃ അഹം ഞാൻ ഈ ശരീരമാണ്, പുരുഷഃ അഹം ഞാൻ പുരുഷനാണ്, പുരുഷഃ അഹം ഞാൻ പുരുഷനാണ്, ബ്രാഹ്മണഃ അഹം അപ്പൊ ജാതിയുടെ കൈ ഞാൻ ബ്രാഹ്മണനാണ്. എങ്ങനെ ജന്മം ഉണ്ടായി എന്നൊക്കെയുള്ള തോന്നലായി. ഞാൻ ബ്രാഹ്മണൻ, ശൂദ്രഃ വൈശ്യഃ, ഇങ്ങനെ ഓരോന്ന്, ക്ഷത്രിയഃ, ഇങ്ങനെ ഓരോരോ ജാതി രീതിയിലുള്ള വർണ്ണം, ജാതി എന്ന് പറയാൻ പറ്റില്ല, തെറ്റാണ്. ഓരോ വർണ്ണത്തിലുമുള്ളവനാണ് എന്നുള്ള തോന്നല്. പിന്നെന്താണ്? അങ്ങനെ പലതരത്തിലുണ്ടല്ലോ. എല്ലാം ഈ ശരീരത്തെ ബന്ധിക്കുന്നതാണ് വരുന്നത്. അങ്ങനെയുള്ള തോന്നലുകൾ, അങ്ങനെ ദൃഢനിശ്ചയ, ആർക്കാണോ ദൃഢനിശ്ചയം അങ്ങനെയുള്ളത്, തഥാ ആ ഒരു ഉറച്ച വിശ്വാസം എങ്ങനെ ഉണ്ടായിരുന്നുവോ, അജ്ഞാന അവസ്ഥയിൽ എങ്ങനെ ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം മനസ്സിൽ ഉണ്ടായിരുന്നുവോ, അതുപോലെ ജ്ഞാന അവസ്ഥയിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ന അഹം ബ്രാഹ്മണഃ, അങ്ങനെ എനിക്ക് വർണ്ണമൊന്നുമില്ല,
ബ്രാഹ്മണനോ ശൂദ്രനോ ക്ഷത്രിയനോ വൈശ്യനോ അങ്ങനെയൊന്നുമല്ല ഞാൻ. ന അഹം ബ്രാഹ്മണ ന ശൂദ്ര ന പുരുഷ, ആണോ പെണ്ണോ ഒന്നുമല്ല ഞാൻ. ആത്മാവിന് ആണും പെണ്ണും ഒന്നുമില്ല. ശരീരം കിട്ടുമ്പോഴാണ് അത് ആണും പെണ്ണും ഒക്കെ ആവുന്നത്. ഞാൻ സച്ചിദാനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ചൈതന്യമാണ്. ചൈതന്യത്തിനാണ് പെണ്ണുണ്ടോ? ഇല്ല, ഞാൻ ചൈതന്യമാണ്. കിന്തു എന്നാൽ അസംഗഃ, ഞാൻ സംഘമില്ലാത്ത ആളാണ്, ഒന്നിനോടും ഒരു ഒട്ടലില്ലാത്ത ആളാണ്, സംഘമില്ലാത്തവൻ. എന്തിനോടാണ് അപ്പോ? ആത്മാവിനോടാണോ അനാത്മാവിനോടാണോ? ഊഹിക്കണം. അപ്പോ അനാത്മാവിനോട് സംഘമില്ലാത്ത ആളാണ് ഞാൻ. ഒരു സംഘവും എനിക്ക് അനാത്മാവിനോടില്ല. അനാത്മാവ് ശരീരമാണ്. ശരീരം കൊണ്ടുണ്ടാകുന്നതാണ് സകലമായ ബന്ധങ്ങളും. ഈ ശരീരമില്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് പുറത്താൾക്കാരുമായിട്ട്? ഈ ശരീരം വന്നപ്പോഴല്ലേ ചേട്ടൻ, അനിയൻ, അമ്മാവൻ, ഇങ്ങനെ ബന്ധങ്ങൾ മുഴുവൻ ഉണ്ടായത് ഈ ശരീരത്തെ കണക്ട് ചെയ്തുകൊണ്ടല്ലേ. ആത്മാവിനെ കണക്ട് ചെയ്തിട്ടാണോ? അല്ലല്ലോ, ശരീരത്തെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അനാത്മാ. അപ്പോ അങ്ങനെ എനിക്ക് സംഘമില്ല, അസംഗഃ. പിന്നെയോ സച്ചിദാനന്ദ സ്വരൂപ, ഞാൻ എന്നും ഉള്ളത്. സത് ചിത് പ്രകാശസ്വരൂപം, അറിവ് സ്വരൂപം, ആനന്ദ ആനന്ദസ്വരൂപം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കിയതാണ്. സച്ചിദാനന്ദ സ്വരൂപ, പ്രകാശസ്വരൂപ, സച്ചിദാനന്ദ സ്വരൂപമായി പ്രകാശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഒരു മേഘം വന്ന് സൂര്യനെ മറയ്ക്കുമ്പോ സൂര്യനെ കാണുന്നില്ല എന്ന് പറയുമ്പോ ആക്ച്വലി ആരെയാണ് മേഘം മറച്ചത്? സൂര്യനെയാണോ മറച്ചത്? അല്ല, നമ്മുടെ കാഴ്ചയാണ് മറച്ചത്. സൂര്യനെ മറയ്ക്കാൻ പറ്റുമോ ഒരു മേഘത്തിനെ കൊണ്ട്? നമ്മളങ്ങനെ ചിന്തിക്കാറില്ല, സാധിക്കില്ല. പക്ഷെ നമ്മുടെ കാഴ്ചയെ മറയ്ക്കാം, അല്ലെ? നമ്മുടെ ദൃഷ്ടിയെ മറയ്ക്കാം കുറച്ചു നേരത്തേക്ക്. അതുപോലെ അജ്ഞാനം നമ്മുടെ അറിവിനെ, സച്ചിദാനന്ദ ചിത്തിനെ മറയ്ക്കുന്നു അജ്ഞാനം. അതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അജ്ഞാനം മാറിക്കഴിയുമ്പോൾ എന്തുണ്ടാവും? ജ്ഞാനം തനിയെ അവിടെ പ്രകാശിക്കും. പിന്നെ പറഞ്ഞു സർവ അന്തര്യാമി. എവിടെയാണ് ഈ സച്ചിദാനന്ദ സ്വരൂപം ഇരിക്കുന്നത്? എവിടെയാണ് ഈ ആത്മാ ഇരിക്കുന്നത്? എവിടെയാണ് ഈ പ്രകാശ സ്വരൂപം വിളങ്ങുന്നത്? സർവ അന്തര്യാമി, എല്ലാ ജീവരാശികളുടെയും ഉള്ളിൽ. അന്വേഷിച്ചു പോണോ എവിടെയെങ്കിലും ആത്മാവിനെ? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി കാലമായിട്ട്. എത്ര അമ്പലങ്ങളിൽ പോയി, എത്ര തീർത്ഥാടന സ്ഥലത്ത് പോയി, എത്ര സ്ഥലത്ത് പോയി, എത്ര ജ്യോത്സ്യന്മാരെടുത്ത് പോയി, എന്തെല്ലാം ചെയ്തു. കണ്ടോ ആത്മാവിനെ? ഈശ്വരനെ കണ്ടോ? ഇല്ല. കാരണം അകത്തേക്ക് നോക്കിയിട്ടില്ല. അകത്തിരിപ്പുണ്ട്. അന്തര്യാമി. ഭഗവാൻ ബാബ എപ്പോഴും പറയുന്നത്, എപ്പോഴും എല്ലാ പ്രഭാഷണങ്ങളിലും ഉണ്ട്. അന്തര്യാമി, അന്തര്യാമി. അകത്തേക്ക് നോക്കൂ, അകത്തേക്ക് നോക്കൂ, അകത്തേക്ക് നോക്കൂ. എല്ലാ ശാസ്ത്രങ്ങളും അതാണ് പറയുന്നത്, അകത്തേക്ക് നോക്കൂ. ആ ഭാഗം വരുമ്പോൾ നമ്മൾ ഇരുന്ന് ഉറങ്ങും. പുറത്തേക്ക് നോക്കുന്ന കഥകള്, പുരാണത്തെ കഥകള് കേൾക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും. അകത്തേക്ക് നോക്കുന്ന ഭാഗം ആ കഥകളിൽ ഉണ്ടാവും, അവിടെ വരുമ്പോൾ ഉറങ്ങും. അതാണ് അജ്ഞാനത്തിന്റെ ശക്തി, കലിയുടെ ശക്തി, നമ്മളെ കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അന്തര്യാമി അകത്തുണ്ട്. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ണടച്ച് ഭഗവാനെ ഉള്ളിൽ കാണാൻ മേലെ. അമ്പലത്തിലേക്ക് ഓടും, പുറത്തേക്ക് പോവും, അവിടെ ചെന്നിട്ട് കണ്ണടയ്ക്കും. ഇന്ന് വീട്ടിലിരുന്നൊന്ന് കണ്ണടയ്ക്കാൻ മേലെ. അമ്പലത്തിൽ ചെന്ന് ഭഗവാന്റെ രൂപം കാണുമ്പോ കണ്ണടയ്ക്കും. ശരി, എന്തിനാ? ഉള്ളിലേക്ക് സ്വീകരിച്ചു. ഓക്കെ, അപ്പൊ ഉള്ളിലുണ്ടല്ലോ. അതേപോലെ ദിവസവും ഗുരുവായൂർ പോകുന്ന പോലെ ഒന്നും വിചാരിച്ച് ഉള്ളില് ഭഗവാനെ ഒന്ന് കാണാൻ മേലെ. അയ്യപ്പനെ കാണാൻ പോകുന്ന വർഷത്തിലൊരിക്കൽ, തിരിച്ചു വന്നിട്ട് ബാക്കി 364 ദിവസവും കണ്ണടച്ച് ഉള്ളിൽ അയ്യപ്പനെ കാണാൻ മേലെ. എന്തെല്ലാം നമുക്ക് ചെയ്യാം ജ്ഞാനം വരാനായിട്ട്. ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ ഒന്ന് വെളിവാക്കിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ധാരാളം ചെയ്യാം, എപ്പോഴും ചെയ്യാം. അത് അകത്തിരുന്ന് എന്താ, ഇനി തെളിവിന് വേറെ വേണോ? ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും വേറെ തെളിവ് വേണോ? ഒരു തെളിവും വേണ്ടല്ലോ. അമ്പലത്തിൽ ചെന്ന് ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് തെളിവ് 100 കൂട്ടം വേണം. പലരും പല അനുഭവങ്ങൾ പറയണം, നമുക്കും അനുഭവം ഉണ്ടാവണം, ഒത്തിരി കാര്യങ്ങളുണ്ട്.
പക്ഷേ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ കുറിച്ച് വേറൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നച്ചൂർ സ്വാമി പറയും, എപ്പോഴും ഒരു ഉദാഹരണം പറയണ കേൾക്കാറുണ്ട്. ഒരു ഇരുട്ട് തിയേറ്ററിനകത്ത് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോ അതിനകത്ത് നമ്മളുണ്ട്. അവിടെ ആ ലൈറ്റും വെളിച്ചവും ഒന്നുമില്ല. നമ്മളുണ്ട് എന്ന് അറിയുന്നതിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തൊട്ടു നോക്കേണ്ട ആവശ്യമുണ്ടോ? കയ്യിലോ കാലിലോ ഒക്കെ തൊട്ടു നോക്കണോ ഞാനുണ്ടോ എന്നറിയാൻ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഉണ്ട്, ഞാനുണ്ട്. പിന്നെ നമ്മൾ പേര് പറയും. അപ്പൊ അതാണ് നമ്മളെ ശരീരത്തിൽ ദൃഢനിശ്ചയമായിട്ടിരിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യമാണ് ശരി ആ പേര് പറയുന്നത്. അവിടെ നിന്ന് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വട്ടാണെന്ന് പറയത്തുള്ളൂ. പക്ഷെ അറിയാലോ, ഞാൻ ആത്മാവെന്ന് അറിയാലോ. ഇത് എപ്പോഴും ചിന്തിക്കണം. നമുക്ക് നമ്മളെ തൊട്ടു നോക്കേണ്ട കാര്യമില്ല. കയ്യിൽ തൊട്ട് നോക്കണ്ട, കാലിൽ തൊട്ട് നോക്കണ്ട, മൂക്കിൽ തൊട്ട്, നാക്കിൽ തൊട്ട് നോക്കണ്ട, കണ്ണിൽ തൊട്ട് നോക്കണ്ട. ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു തെളിവും വേറെ വേണ്ട. അതാണ് അന്തര്യാമി എന്ന് പറയുന്നത്. എങ്ങനെയാ ഞാൻ അറിയുന്നത് അന്തര്യാമിയാണോ ഉണ്ട് ഈശ്വരന്റെ ഭാഗത്തുണ്ടെന്ന് എങ്ങനെ അറിയണേ? നീ ഉണ്ട് എന്നുള്ളത് തന്നെ എന്റെ തെളിവ്. നീ സ്വയം അറിയുന്നു, ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നു. നീ ഉണ്ട് 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 എന്നറിയുന്നു. അത് തന്നെയാണ് തെളിവ്. അന്തര്യാമി എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. അന്തേ സ്ഥിത്വ യമയതി ഇതി എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അന്തര്യാമി എന്നുള്ളത് കൺട്രോൾസ്. യമയതി എന്നുള്ളതിന് കൺട്രോൾ എന്നുള്ളൊരു വാക്കും ഉപയോഗിക്കുന്നുണ്ട്. അന്തേ സ്ഥിത്വ യമയതി ഇതി അന്തര്യാമി എന്ന് പറയുന്നു. അന്തേ സ്ഥിത്വ യമയതി ഇതി. യമയതി എന്നുള്ളതിന് കൺട്രോൾസ്. ഹു കൺട്രോൾസ് ഫ്രം ഇൻസൈഡ് ബൈ സിറ്റിംഗ് ഇൻസൈഡ്. അകത്തിരുന്നല്ലേ കൺട്രോൾ ചെയ്യുന്നത്? ആണ്. എന്ത് നന്നായിട്ടാ ഈ എന്താ പറയാ തത്വബോധത്തിൽ പറഞ്ഞു തരുന്നേ. എന്ത് ഭംഗിയായിട്ടാ ശങ്കരാചാര്യ സ്വാമികൾ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത്രയും നന്നായിട്ട് നമുക്ക് അന്തര്യാമിത്വം മനസ്സിലാക്കാൻ വേറെ വഴി ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? അന്തര്യാമിയാണ് അകത്ത്. ആ ആത്മ അന്തര്യാമിയാണ്. ഞാൻ അന്തര്യാമിയാണ്. ഞാൻ അറിയുന്നു എല്ലാം. ഞാൻ ഉണ്ട്. പിന്നെ എന്താ പറയണേ? ചിതാകാശസ്വരൂപ. ജ്ഞാനം എന്ന ആകാശമായി മുഴുവനും പ്രകാശസ്വരൂപമായിരിക്കും. ജ്ഞാനപ്രകാശമായിരിക്കും. ചിതാകാശം അല്ലെ? ചിദാനന്ദം, ചിതാകാശം, പ്രകാശസ്വരൂപനായിരിക്കുന്നു. എനിക്ക് വേറെ പ്രത്യേകിച്ച് സ്വരൂപമൊന്നുമില്ല. പ്രകാശമാണ്, അനന്തമായ പ്രകാശമാണ് ഞാൻ. ചൈതന്യമാണ് ഞാൻ. എന്നും ചൈതന്യമായിരിക്കുന്നവനാണ്. എപ്പോഴും ചൈതന്യമായിരിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ അന്തര്യാമിയാണ്, ചൈതന്യമാണ് എന്നൊക്കെ. അല്ലാതെ ബ്രാഹ്മണനല്ല, ശൂദ്രനല്ല, അങ്ങനെ വർണ്ണങ്ങളിലൊന്നുമല്ല, നിറത്തിലല്ല, കറുപ്പ് നിറമോ വെളുപ്പ് നിറമോ അങ്ങനെയൊന്നുമല്ല, ആണാണോ പെണ്ണാണോ ഒന്നുമല്ല. ഇങ്ങനെയൊന്നുമല്ല. ഞാൻ ആത്മസ്വരൂപനാണ്, ഞാൻ ചൈതന്യമാണ്, ഞാൻ അന്തര്യാമിയാണ് എന്ന് ആർക്ക് ദൃഢനിശ്ചയമുണ്ടോ, അവിടെ ദൃഢനിശ്ചയമാണ്. എന്ന് ആർക്ക് ദൃഢനിശ്ചയമുണ്ടോ ആ ദൃഢനിശ്ചയമുള്ള ആളാണ് അപരോക്ഷജ്ഞാനവാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപരോക്ഷജ്ഞാനമാണ്. സ്വയം തീർച്ചയായിട്ട് അറിഞ്ഞു, അവനവനിൽ അവനവനെ അറിഞ്ഞു, അയാളാണ് അപരോക്ഷജ്ഞാനവാൻ. അങ്ങനെയുള്ള അപരോക്ഷജ്ഞാനവാനാണ് ജീവൻ മുക്തൻ. അങ്ങനെയുള്ള അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തൻ. അപ്പൊ നമ്മൾ ഈ വലിയ വലിയ ജീവൻ മുക്തന്മാരായ ഗുരുക്കളെ കാണുമ്പോൾ ഓർക്കണം, ഇത്രയും പടികൾ കടന്നു നിൽക്കുന്നവരാണ് അവർ. ഒട്ടും മടിക്കരുത്. കണ്ടാൽ ഉടനെ കാലേ വീഴാൻ യാതൊരു മടിയും വിചാരിക്കണ്ട. ശരിയായിട്ടുള്ളവർ കപടന്മാരല്ല, ശരിയായിട്ടുള്ളവർ എത്രയോ പേരുണ്ട്. അവരെയൊക്കെ കാണുമ്പോ, ആ ഗുരുനാഥന്മാരെ കാണുമ്പോ ഇത് ഓർക്കുക, എത്ര 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 മുകളിലാണ് അവര്. എങ്ങനെ അവരവിടെ എത്തി, എന്തുമാത്രം സാധന ചെയ്ത് കാണും എന്ന് ഓർക്കണം. ജീവൻ മുക്തിയെ ഓരോരോ ഉപനിഷത്തിൽ ഓരോരോ രീതിയിൽ പറയും. ഇതിപ്പോ തത്വബോധത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ചില ഉപനിഷത്തില് സംസാരത്തെ ഭയം എന്ന് പറയും.
സംസാരത്തെ ഭയം എന്ന് പറയും. എന്നിട്ട് മുക്തി എന്ന് പറയുമ്പോൾ അഭയം എന്ന് പറയും. സിമ്പിളായിട്ട് ഭയമാണ് സംസാരം, അഭയമാണ് മുക്തി. ഭയമില്ലാത്തൊരവസ്ഥയാണ് മുക്തി, അങ്ങനെ പറയും. വേറൊരു സ്ഥലത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് മോചനം കിട്ടിയാൽ മതി എന്ന് പറയും. ഞാനൊന്നുമല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഒന്നുമല്ല, ഞാൻ സർവശക്തനാണ്. ഇത് തന്നെ അന്തര്യാമിയുടെ ഇത് തന്നെ വരുന്നത്. എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം എന്ന ജ്ഞാനാവസ്ഥയിൽ വരുന്നതിനെയും ജീവൻ മുക്തി എന്ന് പറയും. പിന്നെ ഒരു ചില സ്ഥലങ്ങളിൽ ശോകമാണ്, സങ്കടമാണ് സംസാരം എന്ന് പറയും. ദുഃഖമാണ് സംസാരം എന്ന് പറയും. അപ്പൊ ദുഃഖമോചനമാണ് മുക്തി എന്ന് പറയും. അങ്ങനെ പല രീതിയിൽ പല ഉപനിഷത്തിൽ പറയും. എന്തായാലും ഈ തത്വബോധത്തിൽ പറഞ്ഞ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. കാരണം ഇപ്പൊ ശോകം മാറണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശോകമുണ്ടാക്കിയിരിക്കുന്ന, ലൗകികമായിട്ട് ശോകമുണ്ടാക്കിയിരിക്കുന്ന അവസ്ഥയെ തരണം ചെയ്യാനുള്ള സാമ്പത്തികമോ മറ്റു സാഹചര്യങ്ങളോ വന്നാൽ മതി നമ്മൾക്ക് മോചനം എന്ന് തെറ്റായൊരു ധാരണ വരാം. ഇവിടെ അതൊന്നും വരില്ല. അന്തര്യാമി എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് അപരോക്ഷമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവിടെ ജീവൻ മുക്തിയുടെ ആ ലക്ഷണം പൂർണ്ണമായി. അപ്പോ മനസ്സംതൃപ്തിയാണ് മോക്ഷം. ജീവൻ മുക്തൻ പ്രാരബ്ധം തീരുന്നത് വരെ ഈ ശരീരത്തിൽ കാണും. പിന്നീട് മരണശേഷം വിദേഹമുക്തി അഥവാ പുനർജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി ഭാഗം, അതായത് എന്താ പറയാ, വിദേഹമുക്തിയെ കുറിച്ച് ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അതിനുശേഷം കർമ്മതത്വത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം കൂടെ നോക്കാം. ഇനിയും നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാനായിട്ടും നേരത്തെ പറഞ്ഞ പോലെ കുറേശ്ശെയെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് മനസ്സിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം. 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 സായിരാം.